ലോക്സഭയിൽ അസാധാരണ നീക്കവുമായി ഭരണപക്ഷം. അടിയന്തരാവസ്ഥയ്ക്ക് എതിരെ അജണ്ടയിലില്ലാതിരുന്ന പ്രമേയം അവതരിപ്പിച്ച് സ്പീക്കർ ഓം ബിർള. പ്രമേയത്തിനെതിരെ പ്രതിഷേധിച്ചത് കോൺഗ്രസ് മാത്രം. പ്രതിഷേധത്തിന് പിന്നാലെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അനൂപ് ദാസ് ഉണ്ട്. അനൂപ്, ഭരണപക്ഷത്തു നിന്നും ഇങ്ങനെ ഒരു ആയുധം പുറത്ത് എത്തിച്ചത് ഏത് സാഹചര്യത്തിൽ, എങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായത്? ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികൾ ശബ്ദിച്ചില്ലേ? അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിൽ അജണ്ടയിൽ ഉൾപ്പെടുത്താതെയാണ് സ്പീക്കർ ഓം ബിർള ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചത്. ആ പ്രമേയത്തിൽ കോൺഗ്രസിനെതിരെയും ഒപ്പം തന്നെ ഇന്ദിരാഗാന്ധിക്കെതിരെയും അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഏകാധിപത്യ ഭരണ സംവിധാനമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. പത്രങ്ങളെ, മാധ്യമങ്ങളെ എല്ലാം നിയന്ത്രിച്ചു, പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചു തുടങ്ങിയിട്ടുള്ള രൂക്ഷമായ അന്നത്തെ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള പ്രമേയമായിരുന്നു. ആ പ്രമേയം സ്പീക്കർ വായിക്കുന്ന തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള സമയത്ത് കോൺഗ്രസ് അംഗങ്ങൾ വലിയ പ്രതിഷേധം സഭയിൽ ഉന്നയിച്ചു. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തുള്ളത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് എന്ന മുദ്രാവാക്യം വിളികളായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികളൊന്നും കോൺഗ്രസിന്റെ ആ പ്രതിഷേധത്തിൽ കാര്യമായി പങ്കെടുത്തില്ല എന്നതാണ് കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ പ്രതിഷേധത്തിന് ശേഷം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ സഭയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുക എന്നൊരു നിലപാടായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. സ്പീക്കർ സ്ഥാനത്തേക്ക് അങ്ങനെ ഒരു ഡിവിഷൻ വെച്ചുള്ള വോട്ടെടുപ്പൊന്നും വേണ്ട എന്ന നിലപാടായിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് കോൺഗ്രസ് പറയുന്നു. എന്തായാലും ഒരു പെട്ടെന്നുള്ള ഒരു ആക്രമണം എന്ന നിലയിൽ ഈ പ്രമേയത്തെ ഉപയോഗിക്കാൻ BJPക്ക് സഭയിൽ കഴിഞ്ഞു എന്നതാണ്. ശരി, അനൂപ് ദാസ് ആണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.